ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു PWM ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സ്പീഡ് കൺട്രോളറാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കൊരു PCB ഡ്രില്ലിംഗ് മെഷീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പീഡ് കൺട്രോളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കൺട്രോളർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ റോബോട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു PWM സ്പീഡ് കൺട്രോളറാണ്. അപ്പോൾ രണ്ടിലും ഏകദേശം സെയിം സർക്യൂട്ടൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു 100 NF കപ്പാസിറ്റർ മാറ്റിയിട്ട് നമ്മളവിടെ 470pf ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആദ്യം ബ്രെഡ് ബോർഡിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 100 NF കപ്പാസിറ്റർ ഇടുമ്പോഴത്തേക്ക് മോട്ടറിൽ നിന്ന് നല്ലതുപോലെ നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെഡിമെയ്ഡ് ബോർഡിനകത്ത് 470pf കപ്പാസിറ്ററാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 470pf ഇട്ട് നോക്കിയപ്പോഴത്തേക്കും മോട്ടറിൽ നിന്നുള്ള നോയ്സ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആ ഒരു കപ്പാസിറ്റർ ആയിരിക്കും ഇടുന്നത്. അതുപോലെ ഈ ഒരു 555 ICയിലേക്ക് വരുന്ന ഈ ഒരു പവർ സപ്ലൈയിൽ നമ്മളൊരു 7809 വോൾട്ട് റെഗുലേറ്റർ ഇട്ടിട്ട് നമ്മളൊരു 9 വോൾട്ട് റെഗുലേറ്റ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അത് നമ്മൾ ആ ഒരു ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ മോട്ടറിന് അക്രോസ് ആയിട്ട് ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം 1N4007 ആണ് ഇട്ട് ചെയ്ത് നോക്കിയത്. പക്ഷേ ആ ഒരു ഡയോഡ് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് 1N5819 എന്ന് പറയുന്ന ഒരു ഷോർട്ട് കീ ഡയോഡായിരിക്കും നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു PCB ഡിസൈൻ ചെയ്തിട്ട് അതിലായിരിക്കും നമ്മൾ ഈ ഒരു സ്പീഡ് കൺട്രോളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു PCB ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ PCB റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PCB മേക്കിങ്ങിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ അസംബ്ലിങ്ങും അതുപോലെ ടെസ്റ്റിങ്ങും ഒക്കെ കൂടെ കാണിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.